ഒരു നാച്ചുറൽ ആയിട്ടുള്ള ലിപ് ബാം ആണ്. ലിപ് ബാം ആണ്. ഗുഡ് മോർണിംഗ്. അപ്പൊ രാവിലെ തന്നെ എണീറ്റ് വന്നപ്പോഴത്തേക്ക് നമ്മൾ കണി കണ്ടത് ഈ പൂച്ചക്കുട്ടിയാണ്. ആക്ച്വലി എന്റെ കൂട്ടത്തിൽ 2 പൂച്ചയും കൂടി ഉണ്ടായിരുന്നു, അത് മരിച്ചുപോയി. അന്ന് മുതൽ ഈ പൂച്ചക്കുട്ടി ഞങ്ങളുടെ വീട്ടിൽ തന്നെയാണ് നിൽക്കുന്നത്, എങ്ങോട്ടും പോയിട്ടില്ല. അപ്പൊ മെയിൻ ആയിട്ട് ഹോസ്പിറ്റലിൽ പോകണം, പനിയായിട്ട് മരുന്നൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു, അപ്പൊ അത് മേടിക്കണം, പിന്നെ സ്കാൻ ചെയ്യാനുണ്ട്. അപ്പൊ ഇതൊക്കെയായിരുന്നു. അങ്ങനെ ഞാൻ പോകാനൊക്കെ റെഡിയായി. ഇപ്പൊ രാവിലെ കഴിക്കാനായിട്ട് ബ്രെഡ് ആയിരുന്നു, അപ്പൊ ഞാൻ ബ്രെഡ് ജസ്റ്റ് ടോസ്റ്റ് ചെയ്ത് കഴിച്ചു. പിന്നെ പപ്പ വന്ന് അങ്ങനെ ഞങ്ങള് സ്കാൻ ചെയ്യാനായിട്ട് ഹോസ്പിറ്റലിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് ചെയ്യാനായിട്ട് പറ്റിയില്ല. പിന്നെ ഡേറ്റ് തന്നത് 22-ാം തീയതിയിലത്തേക്കായിരുന്നു. അന്ന് എനിക്ക് നമുക്ക് ലീവ് അങ്ങനെ ഒരുപാട് എടുക്കാൻ പറ്റത്തില്ല, പോസ്റ്റിംഗ് ഒക്കെ ആയതുകൊണ്ട്. ഇനി ഞങ്ങൾ നേരെ പോയത് ഹോമിയോയിലോട്ടായിരുന്നു. പനി ആയതുകൊണ്ട് മരുന്ന് മേടിക്കണം. അതുമല്ല അമ്മയ്ക്കും പനിയായി. അമ്മ പറഞ്ഞത് ഞാനാണ് പനി കൊടുത്തതെന്നൊക്കെയാണ്. ഇവിടാണ് എൻ്റെ 2ാമത്തെ വയസ്സ് മുതൽ എന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് വേറെ എവിടെ പോയാലും എൻ്റെ പനിയും ഒന്നും കുറയത്തില്ല. ഇവിടെ വന്ന് ഈ ഒരു ഡോക്ടറിനെ കണ്ടാലേ എനിക്ക് പനി മാറത്തുള്ളൂ. അങ്ങനെ നമ്മൾ മധുരമുള്ള മിഠായിയൊക്കെ മേടിച്ചു കഴിഞ്ഞതിന് ശേഷം ഡയറക്റ്റ് പോകുന്നത് ഇമ്പീരിയൽ ബേക്കറിയിലോട്ടാണ്. ഇവിടെ ഞങ്ങൾ എപ്പം കയറിയാലും ഇവിടുത്തെ എഗ് പപ്സ് ആണ് മേടിക്കുന്നത്, കാരണം അത്രയ്ക്ക് ടേസ്റ്റ് ആണ്. പിന്നെ എൻ്റെ കൂട്ടത്തിൽ ഓറഞ്ച് ജ്യൂസും പിന്നെ ലൈം ജ്യൂസും മേടിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കുടിച്ചു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് പെതുക്കെ ഇറങ്ങി. പിന്നെ വരുന്ന വഴിക്ക് ഈ ഒരു കടയിൽ കയറിയിട്ട് മീനൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കിവിടെ ലാഭത്തിന് ഒത്തിരി മീൻ കിട്ടും. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്നിട്ട് മേടിക്കാറുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് മേടിച്ചത് മത്തിയും പിന്നെ കണവയായിരുന്നു. കണവ എൻ്റെ ഫേവറേറ്റ് സാധനമാണ്, അതുകൊണ്ട് പപ്പ എനിക്ക് മേടിച്ചത്. പിന്നെ വന്നു കഴിഞ്ഞതിന് ശേഷം ചോറൊക്കെ കഴിച്ചു. ചോറിന് കൂട്ടാൻ പപ്പടം ഉണ്ടായിരുന്നു, പിന്നെ മീൻകറി ഉണ്ടായിരുന്നു, പിന്നെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. അങ്ങനെ കണ്ണാടി നോക്കി 2 ഷോയൊക്കെ കാണിച്ചു. എന്തിനാ ഇങ്ങനെ കാണിച്ച് എനിക്കും അറിയത്തില്ല. പിന്നെ ഒരു കോപ്പിക്കോടെ മിഠായി അവിടെ ഇരിപ്പുണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് കഴിച്ച്. പിന്നെ ഉറങ്ങിക്കിടന്ന് അപ്പൂനെ അല്ലൂനെയോടെ വിളിച്ചുണർത്തിയപ്പോഴത്തേക്ക് എനിക്കങ്ങ് സമാധാനമായിരുന്നു. ഇതാണ് അല്ലുവിന്റെ മോൻ അപ്പു. അപ്പൊ ഇവരെയൊക്കെ വിളിച്ചുണർത്തിയതിന്റെ സമാധാനത്തിൽ ഞാൻ പോയി ഗിഫ്റ്റ് ഒക്കെ പൊതിഞ്ഞു. ഇതിന്റെ ക്രിസ്മസ് ഫ്രണ്ടിന് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് ആണ്. പനി കാരണത്താൽ എനിക്ക് ക്രിസ്മസ് ഫ്രണ്ടിന് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് പറ്റിയിട്ടില്ല ഇതുവരെയായിട്ടും. ഇത്രയും പണിയൊക്കെ എടുത്തോണ്ട് എനിക്കങ്ങ് വിശന്ന്. അങ്ങനെ ഞാൻ ചിപ്സ് ഒക്കെ കഴിച്ചുകൊണ്ട് TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഏത് സിനിമ എന്ന് ചോദിച്ചാൽ സിനിമയുടെ പേരെനിക്കറിയാൻ വയ്യ. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ കുളിക്കാനായിട്ട് പോയി. കുളിച്ച് കഴിഞ്ഞ് ഫ്രഷായിട്ട് മുഖമൊക്കെ തുടച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് കുറച്ച് സ്കിൻ കെയർ ചെയ്താലോ. ഇതൊരു നാച്ചുറൽ ആയിട്ടുള്ള ലിപ് ബാം ആണ്. നമ്മൾ ബീട്രൂട്ട് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ വീഡിയോ ഞാൻ ഉടനെ ഇടുന്നതായിരിക്കും. ഞാനിന്ന് കരുതുന്നുണ്ട് ഒരു 30 ഡേ സ്കിൻ കെയർ ചലഞ്ച് ചെയ്യാമെന്ന്. ഹോസ്റ്റലിൽ നമുക്ക് യൂസ് ആക്കാൻ പറ്റുന്ന പ്രോഡക്ട്സ് ഒക്കെ വെച്ചിട്ട് എത്രത്തോളം പോസിബിൾ ആവുമെന്ന് എനിക്ക് അറിയില്ല. ലിപ് ബാം ആണ് ഞാനിപ്പോൾ ഇട്ടേക്കുന്നത്. ഒരു ലിപ് ബാം ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അത് മിനിമലിസ്റ്റിന്റെ ലിപ് ബാം ആണ്. അത് ഇപ്പൊ നമ്മൾ കോളേജിലും അതേപോലെ പോസ്റ്റിംഗ് ഒക്കെ പോകുന്ന ടൈമിൽ ഞാൻ യൂസ് ചെയ്യുന്നത്. വൈകിട്ടൊക്കെ ആയപ്പോഴത്തേക്ക് ഞാനൊരു കട്ടൻ ചായ ഇട്ട് കുടിച്ചു. ഞാൻ അങ്ങനെ കുടിക്കുന്ന ഒരു വ്യക്തിയൊന്നും അല്ല, പിന്നെ വീഡിയോ ഒക്കെ എടുക്കൽ ഇരിക്കട്ടെ എന്ന് കരുതി. ഇതൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഞാൻ ടെറസിൽ പോയിരിക്കാറുണ്ട്. എൻ്റെ ഫേവറേറ്റ് പ്ലേസ് ആണ് അവിടെ ഇരിക്കുമ്പോഴത്തേക്ക് എനിക്ക് എന്തോ സമാധാനം കിട്ടിയ പോലാണ്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനൊരു ഫേവറേറ്റ് പ്ലേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യും. അപ്പോൾ വൈകിട്ട് കഴിക്കാനായിട്ട് അമ്മമ്മ എനിക്ക് അട ഉണ്ടാക്കി തന്നെ. അങ്ങനെ അതൊക്കെ കഴിച്ച് രാത്രി പപ്പ വന്നപ്പോഴത്തേക്ക് പൊറോട്ടയൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അല്ലൂനും അപ്പൂനും കൂടി അമ്മ ഒരു പാത്രത്തിലാക്കി കൊടുക്കുകയാണ്. പിന്നെ എനിക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ചിക്കൻ പപ്സ്, കുറേ നാളെ ചിക്കൻ പപ്സ് ഒക്കെ കഴിച്ചിട്ട് ഇതോടെ കഴിച്ചിട്ട് എൻ്റെ ഇന്നത്തെ ഫുഡ് ആയിട്ട് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ശുഭദിനം.